മനുഷ്യനാണോ നിന്റെ അടുക്കൽ പാപം സംഭവിക്കും? തെറ്റ് സംഭവിക്കാതിരിക്കുക എന്നതല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്. തെറ്റ് സംഭവിച്ചാൽ തൗബ ചെയ്യും. ഈ മനുഷ്യനാണ്, മലക്കല്ല. സഹാബികളിൽ ചിലർ അവർ ചെയ്തു പോകുന്ന തിന്മകൾ അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വേദന പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, ലൗ ലം തുസ്നിബു ലസാഫഹത്കുമുൽ മലായിക. നിങ്ങൾ തിന്മകൾ ചെയ്യുന്നില്ല എങ്കിൽ മലക്കുകൾ നിങ്ങളോട് സലാം പറയും. കാരണം നിങ്ങൾ മലക്കായി, പിന്നെ മനുഷ്യനല്ല. നിങ്ങൾ തിന്മകൾ ചെയ്യുന്നില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ മാറ്റുകയും മറ്റൊരു സമൂഹത്തെ കൊണ്ടുവരികയും ചെയ്യും. അവർ തിന്മ ചെയ്യുകയും അള്ളാഹുവിനോട് തൗബ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇബാദത്തുകളിൽ ചിന്തിച്ചു നോക്കൂ, ചില കാര്യങ്ങളിൽ ഇസ്ലാമിനോട് തുല്യമായ പദവിയാണ് തൗബക്കുള്ളത്. തൗബ മഹത്തരമായ ഇബാദത്താണ്. ഇസ്ലാമിന്റെ പ്രത്യേകതകളിൽ ഒന്ന്, ഒരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ അതിന് മുൻപുള്ള അയാളുടെ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ്. അതുപോലെയുള്ള ഒരൊറ്റ നന്മ മാത്രമാണുള്ളത്, അത് തൗബയാണ്. തൗബക്ക് മാത്രമേ ആ പദവിയുള്ളൂ. ഒരാൾ തൗബ ചെയ്താൽ അവന്റെ മുൻപുള്ള തെറ്റുകളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കും. അക്കാര്യത്തിൽ ഇസ്ലാമും തൗബയും തുല്യ പദവിയിലാണ്. ഇത്ര മഹത്തരമായ ഇബാദത്ത് അത് ഒരാൾക്ക് ചെയ്യാൻ സാധിക്കണമെങ്കിൽ അത് തിന്മണ്ടായിരിക്കണം. മനുഷ്യനാണോ തിന്മ ഉണ്ടാകും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ കുല്ലു ബനി ആദമ ഖത്താ വ ഖൈറുൽ ഖത്താഇന തവ്വാബൂൻ. ആദമിന്റെ സന്തതികളെല്ലാം തെറ്റ് സംഭവിക്കുന്നവരാണ്. അവരിൽ ഏറ്റവും നല്ലവർ ആ തെറ്റുകളിൽ നിന്ന് തൗബ ചെയ്യുന്നവരാണ്. ഈ പറഞ്ഞതൊന്നും തിന്മയെ നിസ്സാരവൽക്കരിക്കാനല്ല. തെറ്റ് സംഭവിച്ചാൽ തൗബ ചെയ്യും.